ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ക്യാഷ് മേള ടാസ്കുകളിലെ അടുത്ത ടാസ്ക് നടന്നു. മൂന്നാമത്തെ ടാസ്ക് ആയിരുന്നു കേട്ടോ. വട്ടപ്പണം എന്നാണ് ടാസ്കിന്റെ പേര്. ഇതൊരു കാർണിവൽ ഇതിലൊക്കെ കാണുന്ന പോലത്തെ ടാസ്ക് ആണ്. നമ്മൾ ഈ വട്ടം എറിഞ്ഞ് ഓരോ സാധനങ്ങൾ എടുക്കുന്ന ടാസ്ക് ആണ്. കറക്റ്റായിട്ട് വട്ടം എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം എടുക്കാം. കറക്റ്റായിട്ട് ഉന്നം വെച്ചിട്ട് എറിയണം. അതാണ് ഈ ഒരു ടാസ്ക്. അപ്പം ഇതില് ഏറ്റവും അധികം പണം നേടിയത് ആരാണെന്ന് പറയുന്നതിന് മുമ്പ് ഷാനവാസും അനീഷും ശരിക്കും ഞെട്ടിച്ചു കേട്ടോ. 2500 രൂപ വീതം രണ്ടുപേർക്കും ലഭിച്ചു. വളരെ മികച്ച രീതിയിൽ തന്നെ രണ്ടുപേരും കളിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നൂറ നല്ല അടിപൊളിയായിട്ട് കളിച്ചു. 5000 രൂപ ഒരുമിച്ച് ഒറ്റയടി അങ്ങോട്ട് നേടി. സാവമാനും 2500 രൂപയാണ് നേടിയത്. ഇപ്പൊ ഈ ഒരു ടാസ്കില് 50,000 നിന്ന് ആകെ 10,000 രൂപ മാത്രമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു ടാസ്ക് അവസാനിച്ചത്. ഇത്രയും പേർക്കാണ് പൈസ ലഭിച്ചിട്ടുള്ളത് കേട്ടോ. 4 പേർക്ക് പൈസ ലഭിച്ചിട്ടുള്ളൂ ഈ ഒരു ടാസ്കിൽ. നല്ല അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു. കാരണം കറക്റ്റായിട്ട് ഉന്നം പിടിക്കണം. ഉന്നം പിടിക്കുക മാത്രമല്ല, ഷാംപൂന്റെയും പിന്നെ ഹാർപ്പിക്കിന്റെയും വിമ്മിന്റെയും ഒക്കെ ബോട്ടിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം കറക്റ്റായിട്ട് ഉന്നം പിടിച്ച് വീഴ്ത്തണം എന്നുള്ളതാണ്. പൗഡറിന്റെ ഒക്കെ ബോക്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കറക്റ്റായിട്ട് ഉന്നം കിട്ടിയത് ഇവർക്ക് 4 പേർക്ക് മാത്രമാണ്. വേറെ എല്ലാവരും പരാജയപ്പെട്ടു. ബിഗ് ബോസ് ഓരോരുത്തർ പരാജയപ്പെടുമ്പോഴും ഇന്ന ആൾക്ക് ഇത്ര കിട്ടിയില്ല, അക്ബറിന് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നു, പിന്നെ ആദിലയ്ക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്, അനുമോൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അങ്ങനെ പരിഹസിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഈ ടാസ്കിന് നോട്ട് ചെയ്തൊരു കാര്യം. അപ്പൊ ഇതായിരുന്നു വട്ടപ്പണം എന്ന് പറയുന്ന ഈ ഒരു ടാസ്ക്. ഈ വട്ടമെറിഞ്ഞ് പണം നേടി 4 പേരാണ് പണം നേടിയത്. 100 ശരിക്കും ഞെട്ടിച്ചു. 100ക്കാണ് 5000 രൂപ ലഭിച്ചത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.